തിരികെ വാർത്തകളിലേക്ക്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. അങ്കമാലിക്ക് പിന്നാലെ തൃശൂർ ഇരിങ്ങാലക്കുടയിലും ഇടഞ്ഞ ആന ഒരാളെ ചവിട്ടിക്കൊന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയാണ് പാപ്പാനെ ചവിട്ടിക്കൊന്നത്. ആനയുടെ രണ്ടാം പാപ്പൻ ശ്രീകുട്ടനാണ് ജീവൻ നഷ്ടമായത്. ശ്രീകുമാരൻ തൃശൂർ ചെയ്തു. ശ്രീത്ത് പറയൂ, എന്താണ് സംഭവിച്ചത്? സുഹേൽ, അല്പസമയം മുൻപായിരുന്നു നടുക്കുന്ന ഈ ഒരു സംഭവം നടന്നത്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച വാഴ്വാടി കാശിനാഥൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രിയും ഈ ആന ഏതാണ്ടൊരു സമനില തെറ്റിയ പോലെയുള്ള ഒരു സ്വഭാവം കാണിച്ചിരുന്നു. അപ്പോൾ ആനയെ മാറ്റി നിർത്തുകയായിരുന്നു. തൊട്ടടുത്ത ഇന്നലെ നടന്ന വിളക്ക് ഉത്സവത്തിനിടെയാണ് ആന തെറ്റിയത്. ആനയുടെ കൂടെ നടന്നിരുന്ന രണ്ടുപേർ ഇതിന് വീഴുകയായിരുന്നു. എന്തായാലും ഇന്ന് ആനയെ തളച്ച് അവിടെ മേഖലയിൽ നിർത്തിയിരിക്കുകയായിരുന്നു. ദേവസ്വം പറമ്പായ കൊട്ടിലാൽക്കൽ എന്ന സ്ഥലത്തായിരുന്നു ആനയെ തളച്ചിരുന്നത്. എന്തായാലും ഈ ആന ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും ഇടയുകയായിരുന്നു. ആനയെ തളയ്ക്കാൻ ശ്രമിച്ച പാപ്പാന്മാരെയാണ് ആക്രമിച്ചത്. എന്തായാലും ഒന്നാം പാപ്പാൻ അമൽ, രണ്ടാം പാപ്പാൻ ശ്രീകുട്ടൻ എന്നിവർക്കായിരുന്നു പരിക്കേറ്റതിൽ ശ്രീകുട്ടനെയാണ് പരിക്കായിരുന്നു ഗുരുതരം. ശ്രീകുട്ടന് 25 വയസ്സാണ്. എന്തായാലും ശ്രീകുട്ടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമലിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. 28 വയസ്സാണ് അമലിനുള്ളത്. 25 വയസ്സാണ് ശ്രീകുട്ടന്, രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനുള്ളത്. എന്തായാലും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ശ്രീകുട്ടന്റെ മരണം സംഭവിച്ചിരുന്നു. എന്തായാലും ആനയെ ഇപ്പോൾ തളച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. സുഹേൽ, ശ്രീത്ത്, ഒരുപാട് ആളുകളൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ആർക്കും അപകടമൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് ഈ ആനയെ തളച്ചത്? ഒരുപാട് നമ്മൾ നേരത്തെ അങ്കമാലിയിൽ 2.5-3 മണിക്കൂറോളം നീണ്ട ഒരു ശ്രമകരമായ ദൗത്യം കണ്ടിരുന്നു. സമാനമായ ദൗത്യത്തിലൂടെയാണോ ആനയെ തളച്ചത്? ആനയെ അതിനുശേഷം എലിഫന്റ് സ്ക്വാഡും അതുപോലെ തന്നെ അവിടുത്തെ പ്രദേശവാസികളും ചേർന്നാണ് തളച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരാണ് തളച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ നടന്ന വിളക്കുത്സവത്തിനാണ് ആന എത്തിയത്. അപ്പോൾ തന്നെ ആനയ്ക്ക് ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ആനയുടെ കാലുകൾ തട്ടി രണ്ടുപേർക്ക് വീണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ആനയെ മാറ്റി നിർത്തി തൊട്ടപ്പുറത്തെ പറമ്പിൽ തളച്ചിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ആനയ്ക്ക് വീണ്ടും പ്രശ്നമുണ്ടായത്. ആന വീണ്ടും സമനില തെറ്റിയതുപോലെ ആന ഇടഞ്ഞ പാപ്പാന്മാരുടെ നേർക്ക് അടുക്കുകയായിരുന്നു. അങ്ങനെ രണ്ട് പാപ്പാന്മാരും ഇതിനെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ചവിട്ടേൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീകുട്ടന് ആനയുടെ ചവിട്ടാണ് ഏറ്റിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീകുട്ടന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വാഴ്വാടി കാശിനാഥൻ എന്നാണ് ഈ ആനയുടെ പേര്. എന്തായാലും ഒരു പാപ്പാന്റെ ജീവൻ കൂടി ആന എടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ്, സങ്കടകരമായ വാർത്തയാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തുവരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.